നിന്നിലലിയ രചന ആഷ്ലി. അവതരണം സാലിം കരുള. എബി ലിയോണിനെ കാണാനായി അവൻ്റെ വീട്ടിലേക്ക് എത്തിയതായിരുന്നു. അവൻ മുറിയിലേക്ക് ചെല്ലുമ്പോൾ കാണുന്നത് ലഞ്ച് കഴിച്ച് കണ്ടും വായും മുഖവും എല്ലാം കഴുകുന്ന ലിയോണിനെയാണ്. ബെഡിലിരുന്ന് തന്നെയാണ് ചെയ്യുന്നത്. കാർത്തികയുണ്ട് അവനെ സഹായിക്കാൻ. ഷോ കഴിച്ച് കഴിഞ്ഞോ? ഛേ, ഇന്ന് നിന്റെ കൂടെ ലഞ്ച് കഴിക്കാൻ നോത്താ വന്നത് ഞാൻ. ചിരിയോടകത്തേക്ക് കയറിക്കൊണ്ട് എബി പറഞ്ഞു. അവൻ്റെ ശബ്ദം കേട്ട് ലിയോണും കാർത്തികയും തിരിഞ്ഞു നോക്കി. ആ, നീ എപ്പത്തി? കുറച്ച് ഗൗരവത്തിൽ ലിയോൺ ചോദിച്ചു. രാവിലെ. നിന്റെ ശബ്ദത്തിന് ടോണ് മനസ്സിലായിട്ടോ. ഡാ, അറിഞ്ഞോണ്ട് നിന്റെ അടുത്തേക്ക് വരാതിരുന്നതല്ല. ഞാനും കൂടി കമ്പനി കാര്യങ്ങൾ ശ്രദ്ധ കൊടുത്തില്ലെങ്കിൽ നിന്റെ അപ്പൻ അവിടെ കയറി മേയും. നിനക്കറിയാലോ അത്. ചിരിയോടെ എബി പറഞ്ഞത് മനസ്സമായ ഒന്നും മൂളി ലിയോൺ. കുറേയായി തന്നെ കാണാൻ വരാതിരുന്നതിൻ്റെ പിണക്കമാണ് അവനെന്ന് എബിക്ക് മനസ്സിലായി. എബിയും ലിയോണും സംസാരിക്കട്ടെ എന്ന് കരുതി കാർത്തിക ട്രേയും പ്ലേറ്റും എടുത്ത് മുറിക്ക് പുറത്തേക്ക് നടന്നു. ഡാ ലിയോ, നീയ തിരികെ വന്നിട്ടുണ്ട്. പെട്ടെന്ന് എബി പറഞ്ഞതും ലിയോൺ അവനെ ഞെട്ടി നോക്കി. മുറിക്ക് പുറത്തേക്ക് പോകും വഴി കാർത്തികയും അത് കേട്ടിരുന്നു. എന്നിട്ട് നീ കണ്ടവളെ? ലിയോൺ ആകാംക്ഷയോടെ ചോദിച്ചതും എബി ഇല്ലെന്ന് തലയാട്ടി. അത് കേൾക്കെ ലിയോണിൻ്റെ മുഖമൊന്ന് മങ്ങി. അവളും ആൽഫിയും തിരികെ എത്തിയെന്ന് എനിക്കറിയൂ. വേറൊന്നും അറിയില്ലടാ. നിന്നോടിതൊന്ന് പറയാൻ കൂടിയാ ഇപ്പൊ വന്നേ. നമുക്ക് വേണമെങ്കിൽ ആൽഫിയോടൊന്ന് സംസാരിച്ചിട്ട് നീ ഒന്ന് പോയി കാണാം. ലിയോണിന്റെ മുഖത്തെ സങ്കടം കണ്ട് എബി പറഞ്ഞതും, ഹേയ് വേണ്ടടാ, അവൾ ആൽഫിക്കൊപ്പം തിരികെ വന്നല്ലോ, അത് മതി. അവര് സന്തോഷമായി ജീവിക്കുന്നു എന്ന് എനിക്ക് അറിഞ്ഞാൽ മതി. അവളുടെ മുഖത്ത് നോക്കാനുള്ള ധൈര്യം പോലും ഇപ്പം എനിക്കില്ല ബി. ശരീരം കൊണ്ടും മനസ്സുകൊണ്ടും തോറ്റുപോയില്ലേ ഞാൻ. ഇടർച്ചയോടെ ലിയോൺ പറഞ്ഞു നിർത്തി. ഡോറിന്റെ വെളിയിൽ നിന്നും ഇത് കേട്ട കാർത്തികയുടെ കണ്ണുകൾ നിറഞ്ഞു. പിന്നെ എബി ലിയോണിനോട് നീയുടെ കാര്യമൊന്നും പറയാനൊന്നുമില്ല. അവർ കുറച്ചു നേരം കൂടി സംസാരിച്ചിട്ട് കമ്പനിയിലെ വർക്കുണ്ടെന്നും പറഞ്ഞ് എബി അവിടുന്ന് ഇറങ്ങി. എബി സാർ പോകാനായി ഇറങ്ങി താഴെ ഹാളിലേക്ക് വന്ന് എബിയെ കാർത്തിക പിടിച്ചു. എന്താ കാർത്തികെ? അത് ഏട്ടൻ്റെ അനിയത്തിയുടെ നമ്പർ എനിക്കൊന്ന് തരുമോ? അല്ലെങ്കിൽ ആ മാടൻ താമസിക്കുന്ന സ്ഥലം ഒന്ന് പറഞ്ഞു തന്നാലും മതി, ഞാൻ പോയി കണ്ടോളാം. കാർത്തിക പറഞ്ഞതും ബേബി അവളൊരു നിമിഷം നോക്കി. വേറൊന്നിനും അല്ല സാർ, കാണണമെന്നൊക്കെ ഏട്ടൻ പറയുന്നുണ്ടെങ്കിലും ആ മനസ്സ് എനിക്കറിയാം. അനിയത്തിയെ കാണാനും ചെയ്ത തെറ്റിന് അവരോട് മാപ്പ് പറയാനൊക്കെ നല്ല ആഗ്രഹമുണ്ട് ഉള്ളിൽ, പുറത്ത് പറയാത്തതാ. അതെനിക്ക് മനസ്സിലായി കാർത്തികേ. ഓക്കെ, നീയെ കോണ്ടാക്ട് ചെയ്യാൻ എന്തെങ്കിലും വഴിയുണ്ടോ എന്ന് ഞാൻ നോക്കാം. ചിരിച്ചുകൊണ്ട് എബി പറഞ്ഞതും കാർത്തിക സന്തോഷത്തോടെ തലയാട്ടി. ആൽഫിയും നീയും കൂടി രാത്രി ആയപ്പോൾ താഴെ എബ്രഹാമിന്റെ മുറിയിലേക്ക് ചെന്നു. അപ്പോൾ കണ്ടു തൻ്റെ വീൽ ചെയറിലിരുന്ന് കുഞ്ഞിപ്പെണ്ണിന്റെ മടിയിൽ പൊതിഞ്ഞു പിടിച്ച് അവളെ തന്നെ നോക്കിയിരിക്കുന്ന എബ്രഹാമിന്. മോള് നല്ല ഉറക്കാണ്. കുഞ്ഞിനെയും പപ്പയെയും നോക്കി തിരിഞ്ഞപ്പോഴാണ് കാട്ടിൽ ബെഡ്ഷീറ്റ് വിരിക്കുന്ന അനുവിന് നീയുടെ കണ്ണ് നീങ്ങി. നീ ഒരു നിമിഷം അവളെ ഒന്ന് നോക്കി. പ്ലെയിൻ കുർത്തയാണ് വേഷം. ശരീരം പഴയതിലും മെലിഞ്ഞു. പഴയ പോലെ കളർ ചെയ്ത് മുടി ലൂസാക്കി ഇടാതെ ഒരു ബാൻഡിട്ട് പിറകിലേക്ക് ഒറ്റക്കെട്ടായി കെട്ടിയിരിക്കുന്നു. കാതിലോ കഴുത്തിലോ ആഭരണങ്ങളോ ഒന്നും തന്നെയില്ല. മുഖത്തെ ശോഭ നഷ്ടപ്പെട്ട പോലെ. കണ്ണുകൾക്കിടയിൽ കറുപ്പ് നന്നായി തെളിഞ്ഞു നിൽപ്പുണ്ട്. പഴയ അനുവാണെന്ന് പറയില്ല, അത്രയ്ക്ക് വന്നിട്ടുണ്ട് അവളിൽ മാറ്റം. നീയയുടെ ഉള്ളൊന്ന് നൊന്തു. ബെഡ്ഷീറ്റ് വിരിച്ച് തിരിഞ്ഞപ്പോഴാണ് തന്നെ നോക്കി നിൽക്കുന്ന നീയെ അനു കണ്ടത്. തന്നെ നോക്കി നിൽക്കുന്നവളെ കണ്ട് അനു ഒന്ന് ചിരിച്ചെങ്കിലും നീയെ വേഗം അവളിൽ നിന്ന് മുഖം തിരിച്ചു. അനുവിൽ വേദന കലർന്നൊരു പുഞ്ചിരി നിറഞ്ഞു. അവൾ പതിയെ ആ മുറി വിട്ടിറങ്ങിപ്പോയി. കൂറുമ്പി ഉറങ്ങിപ്പോയടാ, പിന്നെ അവളെ മാറ്റിക്കെടുത്താൻ തോന്നിയില്ല. കുഞ്ഞിപ്പെണ്ണിന്റെ കാവലിൽ പതിയെ തലോടി ആൽഫിയെ നോക്കി എബ്രഹാം പറഞ്ഞതും അവനൊരു ചിരിയോടെ ചെന്ന് മോളെ പപ്പയുടെ മടിയിൽ നിന്നെടുത്ത് തോളിലേക്ക് ഇട്ടു. നീയെ മോളോട് മറ്റേ കാര്യം പറഞ്ഞു? എബ്രഹാം ആൽഫിയോട് ചോദിച്ചതും അവനില്ലെന്ന് തലയാട്ടി. നീ അതെന്തെന്ന പോലെ അവനെ നോക്കി. പാപ്പ ഉറങ്ങിക്കോ, ഇവയോട് ഞാൻ പറഞ്ഞോളാം. പാപ്പയോട് പറഞ്ഞിട്ട് നീയെയും വിളിച്ചുകൊണ്ട് ആൽഫി മുറിയിൽ നിന്നിറങ്ങി. അവൻ കുഞ്ഞിനെയും നീയെയും കൊണ്ട് മുകളിലേക്ക് പോകുന്നത് തൻ്റെ മുറിയുടെ മറവിൽ ഒളിച്ചിരുന്ന് നോക്കിക്കൊണ്ടിരുന്നവളുടെ മുഖം വലിഞ്ഞു മുറുകി. എന്താ ചായ പാപ്പ പറഞ്ഞത്? മുറിയിലെത്തി കുഞ്ഞിപ്പെണ്ണിന്റെ ബെഡിലേക്ക് കിടത്തിയതും ആൽഫിയോട് തിരക്കി. ഈ വീട്ടിൽ നമ്മൾ 6 പേരും അല്ലാതെ മറ്റു 2 പേര് കൂടിയുണ്ട്, ക്രിസ്റ്റീനയും അമ്മ ജെസിയും. ആൽഫി പറഞ്ഞു നിർത്തിയതും അവൾ ഞെട്ടലോട് അവനെ നോക്കി. പാപ്പ തന്നോട് പറഞ്ഞ അവരെ 2 പേരെയും ഈ വീട്ടിൽ കയറി താമസിപ്പിക്കാനിടയായ സാഹചര്യം ആൽഫി അവളോട് പറഞ്ഞു. ക്രിസ്റ്റീനയുടെ പേര് കേട്ടത് നീയുടെ മുഖം ചുവന്നു. അവൾ അന്ന് തന്നോട് ചെയ്തത് അവളുടെ ഓർമ്മയിലേക്ക് വന്നു. ഒപ്പം മനവൾക്ക് കൂട്ടുനിന്നത്. ആൽഫി അവളുടെ തോളിൽ കൈവച്ച് വിളിച്ചതും അവൾ നിറഞ്ഞു തുടങ്ങിയ കണ്ണാൽ അവനെ നോക്കി.
കണക്കുകളൊക്കെ ഒരുപാടുണ്ട് തീർക്കാൻ, എനിക്കും നിനക്കും. അതിന് അവർ രണ്ടുപേരും നമ്മുടെ കൺമുന്നിൽ വേണം പെണ്ണെ, അല്ലെങ്കിൽ എപ്പോഴേ ഞാൻ അവരെ ഇറക്കി വിട്ടേനെ. അവൻ്റെ നീലക്കണ്ണുകളിൽ കത്തുന്ന തീ പോലെ കോപത്താൽ അവൻ പറഞ്ഞതും നീയുടെ മിഴികളിലും ആ ചൂട് പടർന്നു. പിന്നെ രണ്ടിനെയും സ്വഭാവം നിനക്കറിയാലോ. അവർ വരും നിന്റെ അടുത്ത് നിന്നെ വേദനിപ്പിക്കാൻ. അപ്പം അവർക്ക് മുന്നിൽ തളർന്നു പോകാതെ കാണിച്ചു കൊടുക്കണം നീ ആൽഫിയുടെ പെണ്ണാണെന്ന്. കേട്ടോടി. അവളെ തോളിലൂടെ കൈയെടുത്ത് തന്നിലേക്ക് ചേർത്ത് പിടിച്ച് ചിരിയോടെ അവൻ പറഞ്ഞതും നീയുടെ മുഖത്തും ഒരു ചിരി വിരിഞ്ഞു. ആ വാക്കുകളുടെയും ചേർത്ത് പിടിക്കലിൻ്റെയും ഉറപ്പിൽ ആ പെണ്ണിലും ധൈര്യം വന്നു. ഒരുപാട് ടയേർഡായല്ലേ? എന്നാ പിന്നെ നേരം കളയാതെ നമുക്കങ്ങ് കിടന്നുറങ്ങിയാലോ പെണ്ണെ? ചുണ്ടിൽ വിരിഞ്ഞൊരു കുസൃതി ചിരിയോട് ആൽഫി ചോദിച്ചതും നീയുടെ കണ്ണുകളൊന്നും വിഴിഞ്ഞു. ഇച്ചായനൊപ്പം ഒരു മുറിയിൽ ഒന്നിച്ച് ആലോചിച്ചതും അവളുടെ ഉള്ളംകാലിലൂടെ ഒരു പെരുപ്പ് തലക്കകത്തേക്ക് കയറി. ചെന്നൈയിൽ തങ്ങളുടെ ഫ്ലാറ്റിൽ ഒരുമിച്ചുണ്ടായിരുന്നപ്പോഴും ഒരു രാത്രി പോലും ഒരുമിച്ചൊരു മുറിയിൽ കഴിഞ്ഞിട്ടില്ല. ഇത്രയും നേരം ഇല്ലാത്തൊരു പേടി നീയയിൽ ഉടലെടുത്തു. അവളുടെ ഓർമ്മ ചുഴിയിൽ ആ രാത്രി അവളിലേക്ക് ഓടിയെടുത്തു. തൽബലമെന്നോണം ശരീരം വിറക്കാൻ തുടങ്ങി. ഇച്ചായ. വിറക്കുന്ന ചുണ്ടുകളാൽ നീ എന്തോ പറയാൻ തുടങ്ങിയതും വേണ്ട പെണ്ണെ, എനിക്കറിയാം നിന്നിലൂടെ ഇപ്പോൾ കടന്നു പോകുന്ന അവസ്ഥ. ഒരിക്കലും മറക്കാൻ പറ്റാത്തതുപോലെ ഞാൻ തന്ന ആ രാത്രിയുടെ വേദന, അതല്ലേ? പതിഞ്ഞ ശബ്ദത്തിൽ ആൽഫി ചോദിക്കുമ്പോൾ മുഖത്തണിഞ്ഞിരിക്കുന്ന ചെറിയ പുഞ്ചിരിയിൽ അവൻ്റെ വേദനയുണ്ടായിരുന്നു. നീയുടെ മുഖം കുനിഞ്ഞു. അവനോടല്ലെന്ന് പറയണമെന്നുണ്ട്, പക്ഷേ അതല്ലല്ലോ സത്യം. നീ ഒന്നും പറഞ്ഞില്ലെങ്കിൽ കൂടി എനിക്കറിയാൻ പെണ്ണെ. സാരല്ലടാ, ആ രാത്രിയെ നമ്മുടെ ജീവിതത്തിൽ നിന്ന് തുടച്ചു കളയാൻ നമുക്കാവില്ല. പക്ഷേ ആ രാത്രിയുടെ വേദന മറക്കാനല്ലടി. ആ കിടന്നുറങ്ങുന്ന കുഞ്ഞു സമ്മാനത ദൈവം നമുക്ക് തന്നേ. വായിൽ വിരലിട്ട് നുണഞ്ഞു കിടന്നുറങ്ങുന്ന കുഞ്ഞിപ്പെണ്ണെ നോക്കി ആൽഫി പറഞ്ഞതും മോളെ നോക്കി നീയുടെ മുഖത്ത് ചെറിയൊരു പുഞ്ചിരി നിറഞ്ഞു. 3 വർഷം നിനക്കായി കാത്തിരുന്നവനാടി ഞാൻ. എനിക്ക് നീ പൂർണ്ണമായി എന്നിലേക്ക് എത്താൻ ഇനിയും കാത്തിരിക്കണമെങ്കിൽ അതിനൊരു മടിയില്ല കൊച്ചേ. അതിന് ഈ ജന്മം മുഴുവൻ എടുത്താലും. അതുകൊണ്ട് നീയും മോളും ഈ മുറിയിൽ കിടന്നു, ഞാൻ എൻ്റെ ഓഫീസ് റൂമിൽ കിടന്നോളാം. ആ വലിയ മുറിയിൽ തന്നെയുള്ള മറ്റൊരു ഡോറ് ചൂണ്ടി ആൽഫി പറഞ്ഞതും നീ അങ്ങോട്ടേക്ക് നോക്കി. അപ്പുറത്ത് മുറിയിൽ പോയി കിടന്നേനും ഞാൻ. പക്ഷെ നിങ്ങൾ രണ്ടുപേരും ഒരുപാട് അകലത്തിൽ പോകുന്നത് എനിക്ക് സഹിക്കില്ല. അതാ നിങ്ങളുടെ ഒരു വെളിപ്പാടകലെ വേണമെന്ന് തോന്നൽ. ചെറു ചിരിയാൽ അവൻ പറയവേ അവളൊന്ന് തലയാട്ടി. എങ്കിൽ കിടന്നോ, ഗുഡ് നൈറ്റ്. നീയുടെ കവളിലൊന്ന് പതിയെ തലോടി ആൽഫി പറഞ്ഞതും അവളും ചെറുതായി ചിരിച്ചു. എന്നിട്ട് ബെഡിൽ കിടക്കുന്ന കുഞ്ഞിപ്പെണ്ണിൻ്റെ അരികെ ചെന്ന് അവളുടെ ഉണ്ടക്കവളിൽ കൂടി ഒരു ഉമ്മ കൊടുത്തിട്ട് അവൻ ആ മുറി വിട്ട് പോയി. ആൽഫി പോയത് നീയെ പതിയെ ചെന്ന് കുഞ്ഞിപ്പെണ്ണിനൊപ്പം കിടന്നു അവളെയും കെട്ടിപ്പിടിച്ചു. ശരിയാണ് ഇച്ചായൻ പറഞ്ഞത്. ആ രാത്രിയുടെ മുറിവുകൾ ഉണക്കി ഒരായുസിൻ്റെ മുഴുവൻ സന്തോഷം തരാനല്ലേ എനിക്കെൻ്റെ ഈ പൊന്നും കൊടുത്തിന് ദൈവം തന്നേ. കുഞ്ഞിപ്പെണ്ണെ തന്നെ നെഞ്ചിലേക്ക് അണച്ചു പിടിച്ചുകൊണ്ട് നീ ഓർത്തു. എന്താ അമ്മ പറഞ്ഞേ? കേട്ട വാർത്തയുടെ നെടുക്കത്തിൽ വിശ്വസിക്കാനാവാതെ ക്രിസ്റ്റീന ചോദിച്ചു. ഇന്നത്തെ ദിവസം മുഴുവൻ തൻ്റെ മുറിയിൽ നിന്നിറങ്ങാതെ ഒളിച്ചിരിക്കുകയായിരുന്നു ജെസ്സി. ആൽഫിയുടെ മുന്നിൽ ചെന്ന് പെടാനുള്ള ധൈര്യം തന്നെ പറയാം. രാത്രി എല്ലാവരും ഉറങ്ങിയെന്ന് തോന്നിയപ്പോഴാണ് ജെസ്സി ക്രിസ്റ്റീനയുടെ അടുത്തേക്ക് എത്തി. അതുമല്ല, ജെസ്സിയും ക്രിസ്റ്റീനയും എന്ന 2 പേർ ആ വീട്ടിലുള്ളതായി അനുവും എബ്രഹാമും വരെ മറന്നിരുന്നു. നോ, ഞാനിത് വിശ്വസിക്കില്ല. ആൽഫിച്ചായന്റെ കുഞ്ഞിനെ നീയെ പ്രസവിച്ചെന്നോ? അസഭ്യം! ക്രിസ്റ്റീന ദേഷ്യത്തിൽ അലറി. അയ്യോ മോളെ, ഒച്ചൊന്ന് കുറച്ച് പറ. നിന്റെ സൗണ്ട് എങ്ങാനും പുറത്ത് കേട്ട ആ ആൽഫി അറിഞ്ഞ അത് മതി. പച്ചക്ക് കത്തിക്കുക ചെറുക്കൻ നമ്മളെ. പിന്നെ ആ കുഞ്ഞ് അത് ആൽഫിയുടെ തന്നെ ആടി മോളെ. അവനെ പറിച്ചു വെച്ചേക്കുവോ അത്? ഇല്ല ഇല്ല ഇല്ല, അങ്ങനെ ഒരിക്കലും സംഭവിക്കില്ല. ജെസ്സി പറഞ്ഞത് കേട്ട ക്രിസ്റ്റീന ഭ്രാന്തമായി മുടിയെ പിടിച്ചായിരുന്നു. മോളെ, നീ ഒന്ന് സമാധാനപ്പെടു, നമുക്കിത് വിധിച്ചിട്ടില്ലെന്ന് വെക്കാടി. ജെസ്സി അവളെ സമാധാനിപ്പിക്കാനെന്നോണം പറഞ്ഞു. വിധിച്ചിട്ടില്ലെന്നോ? അങ്ങനെ പറഞ്ഞ് സമാധാനിക്കാൻ എനിക്ക് പറ്റില്ല മമ്മി. ആഗ്രഹിച്ചതാ ഞാൻ, ഒത്തിരി ഒന്നുമല്ല, ഒരുപാട്. ഇനി അത് കിട്ടിയില്ലെങ്കിൽ കൈക്കലാക്കും ഞാൻ. അതിന് തടസ്സമായി എനിക്ക് മുന്നിൽ നിൽക്കുന്നത് എന്തിനേയും ഇല്ലാതാക്കും ക്രിസ്റ്റീന. അതിന് നീയാണെങ്കിലും പിന്നെ വേറെ ആരാണെങ്കിലും. ക്രൂരമായൊരു ചിരിയോടെ ക്രിസ്റ്റീന അത് പറഞ്ഞതും ജെസ്സിക്ക് അവളെ കാണുകയും ഒരു പേടി തോന്നി. രാവിലെ ഒരു കോഫിയും എടുത്തുകൊണ്ട് അനുവിൻ്റെ മുറിയിലേക്ക് ചെന്നതാണ് നീയ. കഥയിൽ മുട്ടാനൊരുങ്ങവേ അവൾ ഹാൻഡിൽ നിന്ന് തിരിച്ചു നോക്കി. ലോക്കല്ലാതെ കഥക്ക് തുറന്നു. അവൾ അകത്തേക്ക് കയറിയതും കണ്ടു ബെഡിൽ കവിഴ്ന്ന് ഓടാൻ പോകും പോലെ കിടക്കുന്നവന്. നീയ അവിടെ മൊത്തം നോക്കി. നിലത്ത് തുറന്നിരിക്കുന്നവൻ്റെ പെട്ടികളും അതിൽ വലിച്ചു വാരിട്ടിരിക്കുന്ന അവൻ്റെ ഡ്രസ്സുകളും കണ്ടു. എൻ്റെ ഈശോയെ, ഭാവിയിലെ ഡോക്ടർ കിടക്കുന്ന കിടപ്പ് കണ്ടോ? ഇവൻ്റെ മുറി ആരെങ്കിലും ഒന്ന് വന്ന് കാണണം.
ആ സ്പോട്ടിൽ ഇവനെ മെഡിക്കൽ കോളേജിൽ നിന്ന് സസ്പെൻഡ് ചെയ്യും. ഏലിക്ക് കൈകുത്തി പറഞ്ഞുകൊണ്ട് നീ അവനടുത്തേക്കുന്നതാണ്. ടാ വിനു, എഴുന്നേറ്റ് ചെക്ക. അവളവൻ്റെ പുറത്ത് തട്ടി വിളിക്കാൻ തുടങ്ങി. ഒരു 10 മിനിറ്റ് കൂടി ചേച്ചി പ്ലീസ്. തലയിനിലേക്ക് മുഖം പൂഴ്ത്തി മുഷിപ്പോടെ അവൻ പറഞ്ഞു. ഡാ, ഇന്ന് കോളേജിൽ പോയി അഡ്മിഷൻ എടുക്കേണ്ടതല്ലേ, മറന്നോ? നീ എഴുന്നേൽക്കുന്നോ അത് ഞാൻ ഇച്ചാനെ വിളിക്കണോ? ഒയ്യോ വേണ്ടായി, ഞാൻ എഴുന്നേറ്റോളാം. നീയെ പറഞ്ഞു തരുന്നത് മുറക്കം പറഞ്ഞുകൊണ്ട് ചാടി എഴുന്നേറ്റ് ഉറക്കച്ചടവിടെ ബെഡിൽ എഴുന്നേറ്റിരുന്നു വിനു. നീ ഒരു ചിരിയോട് അവൻ്റെ കയ്യിലേക്ക് കോഫി കൊടുത്തു. വിനുവിനെയും കൊണ്ട് ആൽഫി രാവിലെ തന്നെ കോളേജിൽ പോകുമെന്ന് പറഞ്ഞിരുന്നു. അല്ല, കുഞ്ഞിപ്പറം ധനിച്ചു. കോഫി സിപ്പ് ചെയ്തുകൊണ്ട് വിനു തിരക്കി. മോള് നേരത്തെ എഴുന്നേറ്റടാ. വെളുപ്പിനെ കണ്ണു തുറന്നതും അപ്പായെ തിരക്കി. പിന്നെ ഇച്ചായൻ്റെ കൈ കൊടുത്ത് ഞാൻ അവളെ. അവരപ്പനും മോളും മുറിയിലുണ്ട്. നീ കോഫി കുടിച്ചിട്ട് വേഗം എഴുന്നേറ്റ് ഫ്രഷ് ആയിട്ട് സർട്ടിഫിക്കറ്റ് എല്ലാം എടുത്ത് വെക്കട്ടോ. അവനോട് പറഞ്ഞേൽപ്പിച്ച് നീയ മുറിയിൽ നിന്ന് ഇറങ്ങി. അവൾ പോയതും വിനു പതിയെ തൻ്റെ ഫോൺ എടുത്തു. എന്നിട്ട് അതിൽ ചുള്ളിക്കമ്പ് എന്ന് സേവ് ചെയ്തിരിക്കുന്ന പേരിലൊന്ന് നോക്കി. ഇന്നലെ രാത്രി ഒരു 10-20 തവണയെങ്കിലും ആ നമ്പർ നോക്കി ഇരുന്നിട്ടുണ്ട്. അവനൊന്ന് വിശ്വസിച്ചു. എന്നിട്ട് അതിലെ കോൾ ബട്ടണിൽ അമർത്താൻ അവൻ്റെ കൈ തടിച്ചു. ഛേ വേണ്ട. വിളിക്കാനൊരുങ്ങിയവൻ അത് വേണ്ടെന്ന് വെച്ച് തല കുടഞ്ഞ് ബെഡിലേക്ക് വീണ്ടും കിടന്നു. അവൾ താൻ ഇത്രത്തോളം മിസ് ചെയ്യുന്നുണ്ടായിരുന്നു. വിനു മനസ്സിലോർത്തുപോയി.